ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ റഷ്യയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇതിനു മുൻപും ചെയ്തിരുന്നല്ലോ. റഷ്യയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം മൂലം യുക്രൈനെ റഷ്യ ആക്രമിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയൻ യുക്രൈന്റെ ഭാഗമായി റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതും അത് റഷ്യയുടെ പ്രധാന വരുമാന മാർഗമായ കുടയൽ വാങ്ങുന്നത് ഉക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ വേണ്ടെന്ന് വെച്ചതുമൊക്കെ റഷ്യയെ സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചതും. അതിനു മുൻപും പല കാരണങ്ങൾ കൊണ്ട് റഷ്യയുടെ ഇന്ധനം യൂറോപ്യൻ യൂണിയനും മറ്റു രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ വാങ്ങുന്നത് നിർത്തിയിരുന്നു. അതിനിടയ്ക്കാണ് യുക്രൈൻ റഷ്യ യുദ്ധം വന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം വന്നപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി റഷ്യയുമായി ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെയാണ് അവരുടെ പ്രധാന വരുമാന സ്രോതസ്സായ കുടയിൽ വാങ്ങുന്നത് റഷ്യ യൂറോപ്യൻ യൂണിയൻ നിർത്തിയത്. അതുകൊണ്ട് തന്നെ റഷ്യ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലായിരുന്നു. ഇതിനിടയ്ക്കാണ് ജനസംഖ്യയുടെ കുറവ് മൂലം അവരുടെ തൊഴിൽ മേഖലയിൽ 10 ലക്ഷത്തോളം ആളുകളെ ഉടൻ അവർക്ക് ആവശ്യമുണ്ട് എന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. സാധാരണയായി റഷ്യ റിക്രൂട്ട് ചെയ്തിരുന്നത് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയായിരുന്നു. ഇനി അതും പോരാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ റഷ്യ എത്തിപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ റഷ്യൻ തൊഴിൽ വിപണിയിൽ ആവശ്യമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. അവർ പ്രധാനമായും നേട്ടമിടുന്നത് ഇന്ത്യ, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ്. 10 ലക്ഷത്തോളം തൊഴിലാളികളെ ഇപ്പോൾ റഷ്യയിലേക്ക് ആവശ്യമുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഉക്രൈനുമായുള്ള സംഘർഷത്തെ തുടർന്ന് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായ റഷ്യക്ക് തിരിച്ചടിയായി തൊഴിലാളിക്ഷേമം രൂക്ഷം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പറയുന്നത്. രാജ്യത്ത് വ്യാവസായിക നിർമ്മാണ മേഖലയിൽ 2024-26 ലക്ഷം തൊഴിലാളികളുടെ കുറവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തൊഴിലാളിക്ഷേമം പരിഹരിക്കാൻ ഏഷ്യയിൽ നിന്ന് വൻതോതിൽ തൊഴിൽ നിയമനങ്ങൾക്ക് ഒരുങ്ങുകയാണ് റഷ്യ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ വർഷം 10 ലക്ഷത്തോളം പേരെ റിക്രൂട്ട് ചെയ്തേക്കും റഷ്യ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ തൊഴിലാളികൾ റഷ്യയിലേക്ക് എത്ര കണ്ട് പോവാൻ ശ്രമിക്കും എന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ഉക്രൈനുമായുള്ള യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം സുരക്ഷിതമാകും എന്നത് പോകുന്നവർ കൂടി ചിന്തിക്കുമ്പോൾ എത്രമാത്രം ആളുകളെ ഇവിടെ നിന്ന് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും 10 ലക്ഷത്തോളം ആളുകളെ റഷ്യ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു വാർത്തയാണ്. തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യവും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണിത്. 10 ലക്ഷത്തോളം ആളുകളെ റഷ്യയിലേക്ക്, ഓയിൽ മേഖലയിലേക്കും മറ്റുള്ള മേഖലയിലേക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത്രയും തൊഴിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതൊരു നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായും ഇതാണ് ഈ റഷ്യൻ തൊഴിൽ മേഖലയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. റഷ്യ ആദ്യങ്ങളിലൊക്കെ റഷ്യൻ ഭാഷ സംസാരിക്കാൻ അറിയുന്ന അവരുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓയിൽ മേഖലയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നുവെങ്കിലും മറ്റുള്ള തൊഴിൽ മേഖലയിലേക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്ന ആളുകളെയായിരുന്നു റിക്രൂട്ട്മെന്റ് ഇതുവരെ നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി തൊഴിൽ മേഖല സ്തംഭനത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. 10 ലക്ഷത്തോളം തൊഴിലാളികളെ ഉടൻ റഷ്യയിലേക്ക് ആവശ്യമുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എത്രമാത്രം റഷ്യയെ തൃപ്തിപ്പെടും, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ 10 ലക്ഷത്തോളം തൊഴിലാളികളെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ, ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുവാൻ റഷ്യ ആഗ്രഹിക്കുന്നു. ഇതൊരു റിക്രൂട്ട്മെന്റ് അഡ്വർടൈസിംഗ് ഒന്നുമല്ല, ഞാൻ അതിന്റെ വാർത്ത സൂചിപ്പിച്ചു എന്ന് മാത്രം.
ഇതിനു മുൻപ് അവർ റിക്രൂട്ട്മെന്റ് ചെയ്തിരുന്നത് അവരുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്ന ആളുകളെയായിരുന്നു. ഇതിന്റെ പ്രാധാന്യം എന്താ എന്ന് വെച്ചാൽ റഷ്യയിൽ അത്രയും തൊഴിൽ സാധ്യതകളുണ്ട്. അവിടെ ജനങ്ങൾ ഇല്ല. ഇതാണ് അവിടുത്തെ പ്രശ്നം. തൊഴിലാളി ക്ഷേമം വളരെ കൂടുതലുള്ള ഒരു രാജ്യമായി റഷ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ജനസംഖ്യയുടെ കുറവ് തന്നെയാണ് ഈ തൊഴിൽ മേഖല ഇത്രയും പ്രതിസന്ധി നേരിടുവാനുള്ള പ്രധാന കാരണം. ജനസംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഇതിനു മുമ്പ് ദിവസങ്ങളിലൊക്കെ നമ്മൾ ജനസംഖ്യ കൂട്ടുന്നതിനുള്ള റഷ്യയുടെ ആഹ്വാനവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ നമ്മൾ പങ്കുവെക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ സൂചിപ്പിക്കുന്നത് റഷ്യയിൽ ജനസംഖ്യ വളരെ കുറവാണ്. തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ആ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. ഉക്രൈനെ ആക്രമിച്ച റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും US-ഉം ഒട്ടേറെ ഉപരോധ നടപടികൾ എടുത്തിരുന്നു. ഇതും വർദ്ധിച്ച യുദ്ധ ചെലവുകളും റഷ്യയെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുകയായിരുന്നു. തൊഴിലാളികളെ കൂടുതലായി യുദ്ധമുഖത്തേക്ക് അയച്ചത് വ്യാവസായിക മേഖലക്കും തിരിച്ചടിയായി. റഷ്യ വൈകാതെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴുമെന്ന് പുടിൻ ഭരണകൂടം തന്നെ അടുത്തിടെ സമ്മതിച്ചിരുന്നു. ഇതൊക്കെയാണ് ഇതുമായി അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഇക്കഴിഞ്ഞ ജനുവരി മാർച്ചിൽ റഷ്യയുടെ GDP വളർച്ചാ നിരക്ക് കൂപ്പുകുത്തിയത് 4.5% നിന്ന് 1.4%ലേക്കാണ്. പണപ്പെരുപ്പം 10% മുകളിലേക്കും കുതിച്ചു കയറി. 20% മുകളിലാണ് അടിസ്ഥാന പലിശ നിരക്കുന്നത്. റഷ്യ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴവും വ്യക്തമാക്കുന്നു. റഷ്യയുടെ മുഖ്യ വരുമാന മാർഗമായിരുന്ന ക്രൂഡ്, LNG എന്നിവ വാങ്ങുന്നത് വെട്ടിക്കുറച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടാണ് സാമ്പത്തിക ആഘാതമായത്. 2027 റഷ്യയിൽ നിന്നുള്ള എണ്ണയും LNG-യും വാങ്ങുന്നത് പൂർണ്ണമായും നിർത്താനാണ് യൂറോപ്യൻ യൂണിയന്റെ നീക്കം. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. ഏതായാലും റഷ്യയിൽ തൊഴിൽ മേഖല തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ മേഖല തുറന്നിരിക്കുകയാണ്. പക്ഷേ അവിടെ എത്ര കണ്ട് സുരക്ഷിതമായിരിക്കും എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ അവർ നൽകുന്ന ഉപദേശത്തിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും റഷ്യയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് റഷ്യയിൽ ജനസംഖ്യയുടെ കുറവ് മൂലം അവിടെ തൊഴിൽ മേഖലയിൽ പോലും പ്രതിസന്ധി വരുന്നു എന്നുള്ള വാർത്തയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. റഷ്യ ജനസംഖ്യയുടെ കുറവ് മൂലം അവരുടെ എല്ലാ മേഖലയും ഒരു സ്തംഭനത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച് താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.